ഹായ് ഫ്രണ്ട്സ്, സദൻ കുക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഐറ്റം സൂപ്പർ ഐറ്റം, ഒരു പോഷകസമൃദ്ധമായ ഐറ്റമാണ്. അതായത് ഉലുവച്ചീര. ഉലുവച്ചീര എന്ന് പറയുമ്പോൾ ഭയങ്കര പോഷകാംശങ്ങളാണ്. ഇതിൻ്റെ പോഷകാംശം വളരെ 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 വലുതാണ്. ഷുഗറിന് നല്ലതാണ്, വയറിന് നല്ലതാണ്. ഏറ്റവും പോലെ പോഷകാംശവും ഗുണങ്ങളുള്ള സാധനമാണ് ഉലുവച്ചീര. സാധാ ചീരനെ പോലെ അല്ല. പക്ഷെ ഇത് ആൾക്കാരധികം കഴിക്കൽ കുറവാണ്. പക്ഷേ ഇത് സൂപ്പറായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തോരൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പരിപ്പിട്ട് തോരൻ വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ ആ കയ്പ്പൊക്കെ മാറിക്കിട്ടും. പിന്നെ ചിലർ ഇത് നോൺ വെജ് ആക്കി ചെമ്മീനിട്ട് വെക്കും. അത് ടേസ്റ്റാണ്, പക്ഷേ അപ്പോൾ നോൺ വെജ് ആവും. ഇത് വെക്കണം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് എടുക്കുക, അരിയ, തേങ്ങാപ്പീര, പീരയും സ്വല്പം ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് മുളക്. എരിവിന് വേറെ ഒന്നുമില്ല, ആ മുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. ആ മുളകിട്ട് ഒന്ന് ഒറ്റ പ്രാവശ്യം മിക്സിയിലടിക്കുക. അപ്പോൾ ഒന്ന് അരിഞ്ഞ് കിട്ടും. അതും ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് വെച്ചാൽ മെത്തി ലീഫ് കറിയായി. ഇത് ഒരു പിടി ചീരയുണ്ട്. ഈ ചീരക്ക് ഒരു വാളം പരിപ്പ് മതി. അത് ഒരു 2 മണിക്കൂർ വെള്ളത്തിട്ട് കൂത്തണം. പരിപ്പ് ഒരു വാളം പരിപ്പാണ് എടുത്തേക്കണത്. അത്രയും ചീരക്ക് അത് ഒരൊറ്റ അധികം സ്റ്റീമിട്ടാൽ പരിപ്പ് പായസമായി പോകും, ഉടഞ്ഞു പോകും. ഒരു സ്റ്റീമിട്ടാൽ സ്റ്റീം മാറ്റിയിട്ട് ഒന്ന് വേകാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് ഒന്ന് സ്റ്റീമിട്ട് വേവിച്ച് വെക്കാം. പരിപ്പ് 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കൂത്തിയിട്ട് മഞ്ഞൾപ്പൊടി സ്വല്പം ഇടുക. എന്നിട്ട് ഒറ്റ സ്റ്റീം കയറ്റുക. ഒരു സ്റ്റീം കയറ്റിയാൽ മതി. അധികം സ്റ്റീം കയറ്റിയാൽ അത് പരിപ്പ് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു കെട്ട് ചീരക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി എടുത്തേക്കണത്. ഒരു വെളുത്തുള്ളി, പിന്നെ എരിവിന് അത്യാവശ്യം വേറെ മുളകിന് എരിവുകളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം മുളക്, ഒരു ഉണ്ടമുളകാണ് എടുത്തേക്കണത്. ഒരു കെട്ട് ചീരക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി, ചെറിയ ഒറ്റ കഷ്ണം വെളുത്തുള്ളി. പിന്നെ ഉണ്ടമുളകാണ്. ഉണ്ടമുളക് എരിവ് ഇത്തിരി ഉണ്ടാവും. അപ്പോൾ ഒരു 4 ഉണ്ടമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഒരു നുള്ളു ജീരകം, ഒരു സ്വല്പം ഇത് തേങ്ങ ഒതുക്കിയെടുത്തു. അതിൽ പച്ചമുളകും സ്വല്പം ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഓയിലൊഴിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാം. ഉണക്കമുളകും വേപ്പിലയും കൂടി ഇടാം. ചീര അരിഞ്ഞതുണ്ട്, അതിടാം. ചീര അരിഞ്ഞതിട്ടു. തേങ്ങ ഒതുക്കിയതാണിത്. സ്വല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഞാൻ മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റത്തെ വേവേ ഉള്ളൂ. ഈ ബീഫിനധികം വേവില്ല. ഈ ഉലുവച്ചീര ഇപ്പോൾ സീസണാണ്. ഇത് ആഴ്ച ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ നിൽക്കും, കൊളസ്ട്രോളിന് നല്ലതാണ്, പിന്നെ ഷുഗറിന് നല്ലതാണ്. 2 മിനിറ്റ് മൂടി വെക്കാം. സിമ്മിലിടാം. പരിപ്പിൻ്റെ കാര്യം ശരിയായിട്ടുണ്ട്. നല്ല ഭംഗി, കാണാൻ നല്ല ഭംഗി, നല്ല സ്മെല്ലൊക്കെ വന്നുണ്ട്. നല്ല ചെറിയൊരു കയ്പുണ്ടാകും, പക്ഷേ കയ്പ് നമ്മൾ അറിയില്ല. നല്ല ആവിയൊക്കെ വന്ന് കണ്ടാ.
കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ചീര എന്താന്ന് നോക്കാം. സ്വല്പം ഒരാവശ്യമുള്ള വേഗമേ ഉള്ളൂ. നമ്മൾ തേങ്ങ അരമുറി ചേരണ്ടെങ്കിലും അതിൻ്റെ പകുതി മുക്കാൽ ഭാഗം നമ്മൾ ഞാൻ ചേർത്ത് ഒതുക്കിയുള്ളൂ. ഞാൻ സ്വല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പതിപ്പോൾ ലാസ്റ്റ് ചേർക്കാം. അങ്ങനെ ഉലുവ ചീരത്തോരൻ റെഡിയായി. നമുക്കിത് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉലുവ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. മേത്തി ലീഫിൻ്റെ തോരനാണ് ഇത്. ആഴ്ച ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമാണ്. ഇതിൻ്റെ പോഷകാംശം ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിൾ നോക്കിയാൽ മതി. അതായത് കൊളസ്ട്രോളിന് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്. ഇഷ്ടംപോലെ അതിനകത്ത് കണ്ട് ഞാൻ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആഴ്ച ദിവസം കഴിക്കുക, നല്ലതാണ്. പിന്നെ അടുത്ത പോകുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.